വായുപുരാണത്തിൽ പറയുന്നത് പൗർണമാസ്യം ഫാൽഗുണസ്യ ഫാൽഗുണി വൃക്ഷയോഗത ഭവിഷ്യേ ഗൗരരൂപേണ ശചിഗർഭേ പുരന്തരാത്. ഭഗവാൻ സ്വയം പറയുകയാണ് ഇതിൽ, പൗർണമി ദിവസം ഫാൽഗുണ മാസത്തിൽ ഫാൽഗുണ നക്ഷത്രത്തിൽ ഞാൻ അവതരിക്കും. ഭവിഷ്യേ ഗൗരരൂപേണ, സ്വർണ്ണ നിറത്തിൽ, ശചിഗർഭേ, ശചിദേവിയുടെ മകനായിട്ട്, പുരന്തരാത്. പുരന്തരൻ എന്ന് പറയുന്നത് ജഗന്നാഥ് മിശ്രയുടെ വേറൊരു പേരാണ്. പുരന്തര മിശ്ര എന്നൊരു പേരും കൂടെ. അതായത് ജഗന്നാഥ് മിശ്രയുടെയും ശചിദേവിയുടെയും മകനായിട്ട് ഞാൻ അവതരിക്കും. ഇനി അതേ വായുപുരാണത്തിൽ തന്നെ അടുത്ത് പറയുന്നു, സ്വർനദീ തീരം അസ്ഥായ നവദ്വീപേ ജനാശ്രയേ തത്ര ദ്വിജകുലം പ്രാപ്തോ ഭവിഷ്യാമി ജനാലയേ. അപ്പോൾ ഇവിടെ സ്വർനദി എന്ന് പറയുമ്പോൾ ഗംഗാദേവിയുടെ വേറൊരു പേരാണ്. സ്വർഗലോകത്തിലെ നദിയല്ലേ ഗംഗാനദി, അതുകൊണ്ട് സ്വർനദി എന്ന് പറയും. ഗംഗാനദി തീരത്ത് നവദ്വീപ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ദ്വിജകുലത്തിൽ, ബ്രാഹ്മണ കുലത്തിൽ ഞാൻ അവതരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതേ വായുപുരാണത്തിൽ അടുത്തൊരു ശ്ലോകമുണ്ട്. ഭക്തിയോഗപ്രധാനായ ലോകസ്യാനുഗ്രഹായ ച സന്യാസരൂപമസ്ഥായ കൃഷ്ണചൈതന്യനാമദ്രൈക്ക്. അതായത് ഭക്തി നൽകി ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ സന്യാസ രൂപമെടുത്ത് കൃഷ്ണ ചൈതന്യ എന്ന ഒരു നാമത്തോടു കൂടി വരും.